ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ഹെൽത്തിയും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള മുതിര കൊണ്ട് തേങ്ങ വറുത്തരച്ചൊരു കറിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കല്ലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം, വെള്ളത്തിൽ നിന്നൊന്ന് അരിച്ചെടുക്കണം. മുതിര കല്ലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഒന്ന് വെള്ളം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് മുതിരയിലെ ഈർപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഈർപ്പൊക്കെ പോകുമ്പോൾ ഇതൊന്ന് പൊട്ടി വരും, നല്ല രീതിയിലൊന്ന് പൊട്ടി കിട്ടും. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. മുതിരയുടെ ഈർപ്പെല്ലാം പോയിട്ട് ഇതുപോലെ പൊട്ടി കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ വറവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിൻ്റെ ചൂടെല്ലാം ആറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാനിവിടെ വറുത്ത മുതിര ഒരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പൊടിക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ചിട്ട് നമുക്കിത് കറി വെക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുത്ത് വരാം. ഞാനിവിടെ കറി റെഡിയാക്കുന്നത് കുക്കറിലാണ്. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ച മുതിര ചേർത്ത് കൊടുക്കാം. മുതിര ചേർത്തതിന് ശേഷം നമുക്കിത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാണ് അളവിൽ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൗഡേഴ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മുതിര വേവുന്ന സമയം കൊണ്ട് നമുക്ക് മുതിരയിലേക്ക് ആവശ്യമായ അരപ്പിനായിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 മുറി തേങ്ങ ചിരവിയതും ഒരു 15 ചെറിയുള്ളിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുവായതിന് ശേഷം നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുതിര ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ലൂസായിട്ടാണ് കറി റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിക്കായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി മുതിര ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങരവ് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പ് വാർന്നതിന് ശേഷം ഓവറായിട്ട് തിളക്കണ്ട, ചെറു തിള വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച ചെറിയുള്ളിയും അതുപോലെ ഒരു 3 തണ്ട് കറിവേപ്പിലയും ഒരു 3-4 ഉണക്കമുളക് കൂടി ചേർത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുതിരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമ്മുടെ ചിക്കൻ കറി, ബീഫ് കറി അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.